Welcome to this class. Here you can see the heading triangle division, and see this picture. You can see a triangle with a base 6 centimeter and a height 4 centimeter. Then what is the area of this triangle? You know, this is half base into height. Half into base into height. Or simply we can see ഈ 6 എടുക്കുന്നതിന് പകരം 3 into 4 ചെയ്താൽ മതി. Then 3 into 4 is equal to what? 12. അല്ലെങ്കിൽ 6 into 2 ചെയ്താൽ മതി. ഏതെങ്കിലും ഒന്ന് ഹാഫ് എടുക്കുക, ഏതെങ്കിലും ഒരു സൈഡ് ഹാഫ് എടുക്കുക. ദെൻ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിൽ തന്നെ ചെയ്യാൻ പറ്റും. ദറ്റ് ഈസ് 12 സ്ക്വയർ യൂണിറ്റ് ഈസ് ഏരിയ. അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു 6 into 4. 6 into 4 എന്ന് പറഞ്ഞാൽ 24 ആയി. 24/2 ചെയ്താൽ അങ്ങനെയും കിട്ടും. അപ്പോൾ ഏത് എളുപ്പം നമുക്ക് ചെയ്യാം. എപ്പോഴും ഒരു ബെറ്റർ ചോയ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതിൻ്റെ പകുതി എടുക്കുക. ദറ്റ് ഈസ് 3 into 4 ചെയ്യുക. ദറ്റ് ഈസ് 12 centimeter square. And here you can see the base, also the height and the heading. What is a triangle division? And now we draw a line. നമ്മൾ ഒരു ലൈൻ വരയ്ക്കാൻ പോവുക. എവിടുന്ന്? ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കാൻ പോവുക. മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ. അപ്പോൾ അത് 6 centimeter ആണ്. ഇതിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റാണ്. ആ പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലൈൻ വരയ്ക്കുന്നു. ഈ ലൈൻ വരയ്ക്കുമ്പോൾ വാട്ട് ഹാപ്പൻഡ്? ദ ട്രയാങ്കിൾ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 triangles. 2 ട്രയാങ്കിളായി ഡിവൈഡ് ചെയ്യും. ദറ്റ് ഈസ് ഹെഡിങ്, ട്രയാങ്കിൾ ഡിവിഷൻ. ഈ 2 ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ് ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞത് എത്രയാണ്? 12 square centimeter ആണെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ ഏരിയ, ഈ ഏരിയ എന്താണ്? ഈ സിമ്പിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ് നോക്കാം. ദറ്റ് ഈസ് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബേസ് എത്രയായി? ദറ്റ് ഈസ് ടോട്ടൽ 6 ആയിരുന്നു. ഇപ്പോൾ എത്രയായി? 3 centimeter ആയി. അപ്പോൾ 3 into 2 അല്ല, ഇതിൻ്റെ പകുതി എടുത്താൽ മതി. അല്ലെങ്കിൽ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്യുക. 3 into 2 വരുമ്പോൾ എന്ത് ചെയ്യും? 6 ആവും കിട്ടുക. അപ്പോൾ ഈ സിമ്പിൾ, ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ത് കിട്ടും? 6 കിട്ടും. നമുക്ക് ഇപ്പുറത്തുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ കിട്ടുക? ഇതിൻ്റെ എന്താണ് ബേസ്? ബേസ് 3 centimeter. ഇത് മിഡ് പോയിന്റിലേക്ക് വരച്ച് ബേസ് 3 centimeter. ഹൈറ്റോ? ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നതും ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സിന് ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ഈ ലൈൻ തന്നെയാണ് എന്ത്? ഈ ട്രയാങ്കിളുടെ ഹൈറ്റും. ദർഫോർ ഇതിൻ്റെ ഏരിയയും 3 into 2 centimeter. ദറ്റ് ഈസ് വാട്ട്? 6 centimeter. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കിയത്, നമ്മൾ ഈ ലൈന് ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് നമുക്കിതിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരച്ചപ്പോൾ ഈ ലൈന് ഏരിയയും എന്താക്കി? ഹാഫ് ആക്കി ഡിവൈഡ് ചെയ്തു. അതായത് ഇവിടെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുക റേഷ്യോ പറയുമ്പോൾ എന്താ പറയുക? 1:1. ദിസ് ലൈൻ ഈസ് ഡിവൈഡ്സ് ഇൻ ദ റേഷ്യോ 1:1. ആൾസോ ദിസ് ഏരിയ ഈസ് ഡിവൈഡ്സ് ഇൻ ദ റേഷ്യോ 1:1. സൈഡ് 1:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന ഈ ലൈന് ആ ട്രയാങ്കിളിൻ്റെ ഏരിയയും എന്ത് ചെയ്തു? 1:1 ഡിവൈഡ് ചെയ്തു എന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ ഈ 1:1 പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു. നമുക്കിത് ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്കൂ, 3 ആൻഡ് ഹിയർ 3. ഇപ്പോൾ ഈ 1:1 2 ട്രയാങ്കിൾ കാണുന്നുണ്ട്. നമ്മളിതിന് ഒന്നും കൂടി ഡിവൈഡ് ചെയ്യുക. ഇതിൻ്റെ മിഡ് പോയിന്റിലേക്കും കൂടി നമ്മൾ ലൈൻ വരയ്ക്കുക. ഇതിൻ്റെ മിഡ് പോയിന്റിലേക്ക് ലൈൻ വരയ്ക്കുക അറിയുമ്പം നമ്മൾ വീണ്ടും ഒരു മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ ഇവിടെ വരച്ചു. ഇപ്പം ഇതിൻ്റെ റേഷ്യോ, ഇത് നമുക്ക് മൊത്തത്തിന് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ വെച്ച് ഞങ്ങൾ എന്താ പറയുക? ഈ പോയിൻ്റ് നമ്മുടെ മൊത്തം ഈ ലൈനിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത് 1 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടൊരു 1 ഉണ്ടാവും, ഇവിടുന്ന് ഇവിടേക്കൊരു 1 ഉണ്ടാവും, ഇവിടുന്ന് ഇവിടേക്കൊരു 1 ഉണ്ടാവും. അതായത് ഇത് 1 ആണെങ്കിൽ 1, 2, 3 പാർട്ടായിരിക്കും. 1:3 എന്നുള്ള റേഷ്യോയിലാണ് ഇവിടെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യപ്പെടുക. മൊത്തം ഈ പോയിൻ്റ് ഈ മൊത്തം ലൈനിനെ ഡിവൈഡ് ചെയ്യുക 1:3 എന്നുള്ള റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് പറയുകയാണ്, ഇത് എക്സ് ആണെങ്കിൽ, ഇഫ് ദിസ് സൈഡ് ഈസ് എക്സ്, ജനറലി വി കൻ യൂസ് ആൾജിബ്ര ഹിയർ. ഇഫ് ദിസ് സൈഡ് ഈസ് എക്സ്, what happened to this side? This side is what? 3x. And then what is the area? ഇതിൻ്റെ ഏരിയ എന്തായിട്ട് മാറും? ഹാഫ് ഇൻറ്റു ബേസ് എക്സ് ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ഇവിടെയുള്ള ഈ 4 centimeter ഇവിടെ ഹൈറ്റ്.
ഈ 4 സെൻറ്റിമീറ്റർ ഹൈറ്റ് തന്നെയാണ് ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ്. ഇത് 4 സെൻറ്റിമീറ്ററിനെ. അപ്പോൾ ഇൻറ്റു എന്ത് വരും? 4:2. ഇനി ഇതിൻ്റെ ഏരിയ പറയുമ്പോൾ എന്താ വരിക? ഇതിൻ്റെ ഒരു ഏരിയ ഈ സൈഡ് ഉപയോഗിച്ച് കൊണ്ടുള്ള ട്രയാങ്കിളിൻ്റെ മൊത്തം ട്രയാങ്കിളിൻ്റെ ഏരിയ പറയുമ്പോൾ ദറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 3x ബേസ് ഇൻറ്റു ഹൈറ്റ് തന്നെ വരിക 4 തന്നെ വരിക. അപ്പോൾ ഈ റേഷ്യോ പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഏരിയൻ്റെ റേഷ്യോ പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഈ ഹാഫും സെയിമ ക്യാൻസൽ ചെയ്യുക, എക്സും സെയിമ ക്യാൻസൽ ചെയ്യുക, 4ഉം സെയിമ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ റിമൈനിങ് വാട്ട് വി ഗെറ്റ് ദറ്റ് ഈസ് ഹിയർ 1:2, ഹിയർ വി ഗെറ്റ് 3. ദറ്റ് ഈസ് ദ റേഷ്യോ ഈസ് സെയിം ആസ് ദ റേഷ്യോ ഓഫ് ദ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദിസ് ലൈൻ. നമ്മളിവിടെ പറഞ്ഞ ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്ത് ഒന്നുകൂടി ആൾജിബ്ര ഉപയോഗിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇതിൽ മൊത്തം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഒരു ട്രയാങ്കിളിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈന് ആ സൈഡിനെ ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യുന്നത് അതേ റേഷ്യോയിൽ തന്നെ ആ ട്രയാങ്കിളിൻ്റെ ഏരിയയെയും ഡിവൈഡ് ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ ഇവിടെ പറയുന്ന പ്രോപ്പർട്ടി. അതായത് a line, this is a line, that is the line, not height, this is a line, a line from the vertex of a triangle divides the length of the opposite side and the area of the triangle in same ratio. You can see this statement in page 17. ഇത് പേജ് 16 ആണ്. പേജ് 17 താഴത്തായിട്ട് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി എഴുതി വെച്ചിട്ടുള്ളത് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റും. ട്രയാങ്കിളിൻ്റെ ഡിവിഷനുമായി ബന്ധപ്പെട്ട് ഒരു സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് നൗ വി ക്യാൻ ഡിസ്കസ് ഹിയർ. അതായത് ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നത് ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വരച്ചിരിക്കുന്നത് ആംഗിൾ ബൈസെക്ടറാണ്. ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഈ ആംഗിളിൻ്റെ ബൈസെക്ടറാണ് നമ്മൾ ഇവിടുന്ന് ഇവിടേക്ക് വരച്ചിരിക്കുന്നത്. ഈ ആംഗിൾ ബൈസെക്ടറിന് ഏരിയ ഡിവൈഡ് ചെയ്യുന്നതിനുള്ള റോൾ എന്താണെന്നാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, ദിസ് ആംഗിൾ ബൈസെക്ടർ ഡിവൈഡ്സ് ദിസ് ടോട്ടൽ ട്രയാങ്കിൾ ഇൻറ്റു 2 ഏരിയ. ദെൻ വാട്ട് അബൌട്ട് ദിസ് ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾ? വി ക്യാൻ സേ ദീസ് 2 angles are same. That is, if this angle is x, this angle is also what? This angle is x. Now we can draw the perpendicular to this side. ഇവിടുന്ന് ഈ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് നമുക്കിതിലേക്കുള്ള പെർപെൻഡിക്കുലർ വരയ്ക്കാം. അപ്പോൾ അത് വരച്ചു. അപ്പോൾ ഈ ആംഗിൾ എന്തായി മാറി? റൈറ്റ് ട്രയാങ്കിളായിട്ട് മാറി. അതേപോലെ തന്നെ ഇവിടുന്ന് ഈ ബേസിലേക്ക്, ഈ ട്രയാങ്കിളിൻ്റെ ഈ ബേസിലേക്ക് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ നമ്മൾ വരച്ചപ്പോൾ ദീസ് പെർപെൻഡിക്കുലർ വരച്ച് ആ പെർപെൻഡിക്കുലർ വരച്ച ഈ ആംഗിൾ എന്തായി മാറി? 90 ഡിഗ്രി ആയി മാറി. ഇപ്പോൾ ഈ 2 ട്രയാങ്കിളൊന്ന് കമ്പയർ ചെയ്യാം നമുക്ക്. ഈ 2 ട്രയാങ്കിളും കമ്പയർ ചെയ്യുമ്പോൾ ദീസ് 2 angles ആർ സെയിം. ഈ 2 ആംഗിൾ സെയിമാണ്. ഈ ആംഗിളും ഈക്വലാണ്, 90 ഡിഗ്രിയാണ്. ദെൻ ഓൾറെഡി ദീസ് 2 angles are equal. What is the reason? 2 angles are equal. 2 ആംഗിൾ ഓൾറെഡി ഈക്വൽ ആയി കഴിഞ്ഞു. Therefore the remaining angle is also equal because total angle is 180 degree. ടോട്ടൽ ട്രയാങ്കിൾ 180 ഡിഗ്രി ഉണ്ടാവുക. ഈ 3 ആംഗിളും ഈക്വലായി കഴിഞ്ഞാൽ നമുക്ക് ട്രയാങ്കിൾ ഈക്വൽ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ 3 ആംഗിളല്ല, ഈ ഒരു സൈഡ് കൂടി ഈക്വലായി കഴിഞ്ഞു അല്ലേ? അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് തന്നെയാണ് ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ്. അപ്പോൾ ഫലത്തിൽ ഈ 2 ട്രയാങ്കിളും കോൺഗ്രുവൻ ട്രയാങ്കിളായി മാറി. അതായത് കറക്റ്റായി പറഞ്ഞാൽ ഈ കണ്ണാടി, ഇവിടെ നടുവിൽ കണ്ണാടിയിൽ നോക്കിയ പോലെയാണ് ഈ 2 ട്രയാങ്കിൾ നിൽക്കുന്നത്. ഈക്വൽ ഇമേജസ് ആണ്. ഇതിൻ്റെ ഇമേജ് ഇതാണ്, ഇതിൻ്റെ ഇമേജ് ഇതാണ്. രണ്ടും ഈക്വലാണ്. രണ്ടും ഈക്വലായി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടി ദീസ് 2 sides ആർ ഈക്വൽ. ഈ 2 സൈഡ് എന്തായിട്ട് മാറും? ഈക്വലായി മാറും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ചെറിയ ട്രയാങ്കിളും ആണ് ഈക്വൽ എന്ന് പറഞ്ഞത്. അല്ലാതെ ഈ വലിയ ട്രയാങ്കിളിൻ്റെ കാര്യമല്ല, ഈ 2 വലിയ ട്രയാങ്കിളിൻ്റെ കാര്യമല്ല പറഞ്ഞത്. അത് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ദീസ് 2 sides ആർ ഈക്വൽ. ഈ 2 sides ഈക്വൽ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ എടുക്കാം. ഇതിൻ്റെ ഏരിയ എടുക്കാം നമുക്ക്. അതിൻ്റെ ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു ഈ ട്രയാങ്കിളിൻ്റെ ഈ ബേസ് എടുക്കാം.
ദറ്റ് ഈസ് 4. ആ ട്രയാങ്കിളിൻ്റെ ആ ബേസ് 4 ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഹൈറ്റ് എടുക്കാം, ഇത് ബേസ് ആകുമ്പോൾ ഇത് ഹൈറ്റ്. ആ ഹൈറ്റിനെ നമുക്ക് എച്ച് എന്നോ എക്സ് എന്നോ എന്ത് എഴുതാം, ഈക്വൽ ടു ഈ ഏരിയയും ഈക്വൽ ചെയ്യണം നമ്മൾ. ദറ്റ് ഈസ് റേഷ്യോ കണ്ടുപിടിക്കുകയാണ്. ദറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഇതിൻ്റെ ബേസ് എന്താ, ഇതിൻ്റെ ബേസ് എത്രയാണ് 5 സെൻറ്റിമീറ്റർ. അതിൻ്റെ ബേസ് 5 സെൻറ്റിമീറ്റർ ഇൻറ്റു ഇതിൻ്റെ ഹൈറ്റ് എന്താണ്, ദറ്റ് ഈസ് എച്ച്. ദെൻ വാട്ട് അബൌട്ട് ദീസ് ടു റേഷ്യോ? ഈ റേഷ്യോ കാണുമ്പോൾ നമുക്ക് ഈ ഹാഫും ബാലൻസ് ചെയ്യാം, ഈ എച്ചും ബാലൻസ് ചെയ്യാം. ദറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് 4:5 എന്ന് തന്നെ കിട്ടും. നേരത്തെ നമ്മൾ പറഞ്ഞൊരു പ്രോപ്പർട്ടി പറഞ്ഞത് ഓപ്പോസിറ്റ് വെർട്ടെക്സ് നിന്ന് ഈ ലൈനിലേക്ക് വരയ്ക്കുമ്പോൾ ഈ ലൈനിലെ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇഫ് ദിസ് റേഷ്യോ ഈസ് A:B, then total this ratio, the area of the triangle is also divided in the ratio A:B എന്നാണ് പറഞ്ഞത്. നമ്മൾ ഇവിടെ പറയുന്നതല്ല, ഇവിടെ പറയുന്നത് മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുമ്പോൾ എന്നും അല്ല പറയുന്നത്, രണ്ടും വ്യത്യാസമുണ്ട്. മിഡ് പോയിന്റും അല്ല പറയുന്നത്, ആംഗിൾ ബൈസെക്ടറിൻ്റെ കാര്യം പറയണത്. ആംഗിൾ ബൈസെക്ടർ ഇൻ എനി ട്രയാങ്കിൾ, ദ ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ ഡിവൈഡ്സ് ദ ഓപ്പോസിറ്റ് സൈഡ് ഇൻ ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ആംഗിൾ. നമ്മളിപ്പോൾ പറഞ്ഞത് ഏരിയനെ ഡിവൈഡ് ചെയ്യുമെന്നുള്ള പറഞ്ഞത്, നമ്മൾ ഓപ്പോസിറ്റ് സൈഡ്സിനെ കൂടി പറയാൻ പോവുകയാണ്. ഒന്നുകൂടി പറയാം. ഇൻ എ ട്രയാങ്കിൾ ദ ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ ഡിവൈഡ്സ്, ബൈസെക്ടർ ഒരു ആംഗിളിൻ്റെ ബൈസെക്ടർ ഈ ഏരിയനെ ഡിവൈഡ് ചെയ്യും. ഏത് റേഷ്യോയിൽ? ആ ആംഗിൾ ഫോം ചെയ്യുന്ന സൈഡ്സിൻ്റെ റേഷ്യോയിൽ. ഈ ബൈസെക്ടർ ഈ ടോട്ടൽ ഏരിയനെ ഡിവൈഡ് ചെയ്യും. ഏത് റേഷ്യോയിൽ? ഈ ആംഗിൾ ഉണ്ടാക്കുന്ന സൈഡ്സിൻ്റെ അതേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും ഏരിയനെ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി പ്രകാരം ഏരിയനെ ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നോ അതേ റേഷ്യോയിൽ തന്നെ ആയിരിക്കാം ഏതിനെ ഡിവൈഡ് ചെയ്യുക, ഈ സൈഡിനെ ഡിവൈഡ് ചെയ്യുക, ഈ ലൈന് എന്നുള്ളതാണ് നമ്മൾ പ്രോപ്പർട്ടി പറയുന്നത്. അപ്പോൾ നമുക്ക് സൈഡിനെയും എന്ത് ചെയ്യാം, 4:5 ഡിവൈഡ് ചെയ്യാമെന്ന് പറയാം. കൺക്ലൂഡ് ചെയ്യാൻ നമുക്ക് ഈ ആംഗിൾ ബൈസെക്ടർ ഇവിടെ 4ഉം ഇവിടെ 5ഉം ആണെങ്കിൽ 4:5 തന്നെയാണ് ഈ ഏരിയനെയും ഡിവൈഡ് ചെയ്യുക, 4:5 തന്നെയാണ് ഈ സൈഡിനെയും ഡിവൈഡ് ചെയ്യുക എന്നുള്ള രണ്ട് ഡിവിഷനാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. ഓക്കെ, പേജ് നമ്പർ 19 ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇൻ ദ പിക്ചർ ബിലോ 2 lines are drawn from the top vertex of a triangle to the bottom side. നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് ടോപ്പ് വെർട്ടെക്സ് നിന്ന് ബോട്ടം സൈഡിലേക്ക് 2 lines are drawn. And what we want to prove that the ratio in which these lines divide the length of the bottom side is equal to the ratio of the areas of 3 smaller triangles in the picture. നമ്മൾ നേരത്തെ പറഞ്ഞ 2 ട്രയാങ്കിൾസിൻ്റെ കേസ് തന്നെ പറഞ്ഞ് ഇവിടെ നമ്മൾ പറയുന്നത് ഈ റേഷ്യോ സെയിം ആയിരിക്കും. അതായത് നമ്മുടെ ഈ പോയിന്റിൽ നിന്ന് ഈ സൈഡിലേക്ക് വരയ്ക്കുമ്പോൾ ദർ ആർ 3 സൈഡ്സ്. ഈ സൈഡ്സ് ഉണ്ടാകുന്നത് എക്സ് വൈ സെഡ് ആണെങ്കിൽ, എക്സ് വൈ സെഡ് ആണ് ലെങ്ത് എങ്കിൽ, വാട്ട് ഹാപ്പൻ ടു ദ ഹൈറ്റ് ഓഫ് ദീസ് 3 ട്രയാങ്കിൾ? ഹൈറ്റ് ഓഫ് ദീസ് 3 ട്രയാങ്കിൾസ് ആർ സെയിം. ഈ 3 ട്രയാങ്കിളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് നത്തിങ് ബട്ട് വാട്ട് ദിസ് ഈസ് ദ എലോൺ ആൻഡ് ദിസ് ഇസ് ദ യൂണീക്ക്. ഈ 3 ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഹൈറ്റ് എന്ന് പറയുന്നത് ഈ സെയിം ആണ്, ദാറ്റ് ഈസ് എച്ച്. ദെൻ വാട്ട് ഈസ് ദിസ് ഏരിയ? എന്തായിരിക്കും ഇതിൻ്റെ ഏരിയ? ഇതിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഈസ് ടു റേഷ്യോ. ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ആൻഡ് വാട്ട് ഈസ് ദ റേഷ്യോ? ഈ റേഷ്യോ നമുക്ക് ബാലൻസ് ചെയ്യാം. എങ്ങനെ? ഹാഫ് ക്യാൻസൽ ചെയ്യുക, എച്ചും ക്യാൻസൽ ചെയ്യുക. ദെൻ വാട്ട് ഈസ് ദ ലീസ്റ്റ് expression of this ratio is again x is to y is to z. That is, the sides are in the ratio, the side is divided in the ratio, x is to y is to z. In same ratio, the area also has been divided. That is x, y, z. That is area. That is the proof here. Next question, page number
20. In the picture below, the top vertex is here, of a triangle is joined to the midpoint of the bottom side of the triangle. And this vertex is joined to the midpoint of bottom side. That is, this is the midpoint here, and this side is divides in the ratio 1:1. Okay, midpoint, bottom side of the triangle, and then the midpoint of this line, then the midpoint of midpoint of this line is joined to other two vertices. ആ midpoint ഈ രണ്ട് verticesലേക്കും join ചെയ്തിട്ടുണ്ട്. Then you get 4 triangles here, other two vertices. Prove that the area of all 4 triangles obtained this are equal to a fourth of the area of the whole triangle. ഇത് മൊത്തം ഏരിയയുടെ 1/4 ആണ്. മൊത്തം ഏരിയ എത്രയാണോ അതിൻ്റെ 1/4 ആണ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഏരിയ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. വെരി സിമ്പിളാണ്, അത്ര വലിയ ഒരു പ്രോബ്ലം അല്ല. This area is, these two sides are equal, therefore these two area is what? These two area of these two triangles are divided in the ratio 1:1 അല്ലേ? അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? 1:1 ഡിവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, if area is total A and A is divided in the ratio 1:1, then what happened? This triangle, ഈ പറയുന്ന രണ്ട് ട്രയാങ്കിളിൻ്റെയും ഏരിയ എന്തായി കഴിഞ്ഞു? ദാറ്റ് ഈസ് A/2. ഈ ടോട്ടൽ ട്രയാങ്കിളുടെ ഏരിയ ആണെങ്കിൽ ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഡിവൈഡഡ് ഇൻ ദ ആൻഡ് ഏരിയ ഈസ് ഈക്വൽ ടു A/2. ദാറ്റ് ഈസ് 1:1 ഡിവൈഡ് ചെയ്യുന്നത്, ഈക്വൽ ഡിവിഷനാണ്, A/2 ആവും. ഇതേ പ്രോപ്പർട്ടി നമുക്ക് പറയാം ഈ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ, ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ട്രയാങ്കിൾ and this is opposite vertex and this is midpoint, then by this property we can say here also the side is divided in the ratio 1:1. Therefore here also this total area is divided in the ratio 1:1. And what is the total area here? Here the total area is A/2. Then A/2 is divided in the ratio 1:1. Then each triangle has area A/2's half, that is half of A/2. What is half of A/2? That is A/4. Half of A/2 എന്തായിട്ട് മാറും? A/4 ആയിട്ട് മാറും. അപ്പോൾ ഈ ട്രയാങ്കിളുടെ ഏരിയയും A/4 ആയിരിക്കും, ഇതിൻ്റെ A/4 ആയിരിക്കും, ഇതിൻ്റെ A/4, ഇതിൻ്റെ A/4. Therefore total area is 1. Then area of each triangle is 1/4. That is relation between total area and area of small triangles here. Third question നോക്കാം. In the picture below, the top vertex of a triangle is joined to the midpoint of the opposite side, and then there is a line, ആ ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞു. And then the point dividing this line in the ratio 2:1. ഈ ലൈനിനെ 2:1, ഇത് 2 പാർട്ടാണെങ്കിൽ ഇത് 1 പാർട്ടായി ഡിവൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഈസ് ജോയിൻ ടു അതർ വെർട്ടീസസ്, ആ പോയിന്റിനെ നമ്മൾ വേറെ വെർട്ടീസുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നു. പ്രോബ്ലം പറയുന്നത്, then prove that the areas of all 3 triangles in the picture on the right, ഈ റൈറ്റ് ഭാഗത്തുള്ള പിക്ചറിൽ 3 ട്രയാങ്കിൾ കാണുന്നുണ്ട്, അതിൻ്റെ ഏരിയ ഒക്കെ ഈക്വൽ ടു a third of the area of the whole triangle. ഇതിൻ്റെ 1/3 ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. 1/3 ഭാഗമാണ് ഇതിൻ്റെ ഏരിയ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പ്രൂഫ് തുടങ്ങാം. ഇഫ് ടോട്ടൽ ഏരിയ ഈസ് എ, ടോട്ടൽ ഏരിയ എന്താണ് നമ്മൾ എഴുതിയത്? എ ആണെന്ന് കരുതി. ദെൻ ഈ ഡിവിഷൻ കൊണ്ട് ഈ മിഡ് പോയിൻ്റ് ആണെന്ന് പറഞ്ഞുള്ളത്, മിഡ് പോയിൻ്റ് ആണ് 1:1 ഡിവൈഡ് ചെയ്യുന്നത്. 1:1 ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ പാർട്ടിൻ്റെ ഏരിയ എന്തായിട്ട് മാറും? A/2 ആയിട്ട് മാറും അല്ലേ? ഈ മൊത്തം പാർട്ടിൻ്റെ ഏരിയ A/2 ആയിട്ട് മാറും. ഇവിടെ ഉള്ള ഈ പാർട്ടിൻ്റെ ഏരിയ A/2 ആയിട്ട് മാറും. ഈ ഡിവിഷൻ നമ്മൾ നോക്കുന്നില്ല. ഈ മൊത്തം പാർട്ട് A/2ഉം ഈ മൊത്തം പാർട്ടും എന്തായിട്ട് മാറും? A/2 ആയിട്ട് മാറും. അപ്പോൾ ഇനി ഈ ഡിവിഷൻ സംഭവിക്കുമ്പോൾ ഈ വെർട്ടെക്സ് നിന്ന് ഈ പോയിന്റിലേക്ക് 2:1 ഇത് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഏരിയയും 2:1 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആകെ ഇപ്പോൾ ഇവിടെ A/2 ഉള്ളു. A/2നെ 2:1 ഡിവൈഡ് ചെയ്യണം. ദിസ് A/2 എന്ന് പറയുന്ന ഏരിയയെ വീണ്ടും 2:1 ഡിവൈഡ് ചെയ്യണമെങ്കിൽ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം,
2:1 ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഏതൊരു സാധനത്തിനും 2:1 ഡിവൈഡ് ചെയ്യുമെങ്കിൽ എത്ര പീസാക്കണം? 3 പീസാക്കണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 2 പീസ് പൊടിയും 1 പീസ് പൊടിയും കൊടുത്തിട്ട് 2:1 ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 3 പീസാക്കിയിട്ട് ഫ്രാക്ഷൻ പറയുമ്പോൾ we want to take 3 pieces and out of 3 you want to take 2 in this part, out of 3 we want to take 1 in this part. അപ്പോൾ ആ റേഷ്യോ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ ഏരിയ എത്രയെന്ന് നോക്കാം. ടോട്ടൽ A/2നെ 2:1 ഡിവൈഡ് ചെയ്യണമെങ്കിൽ 3 പീസാക്കണം. അപ്പോൾ ഇതിനെ മൊത്തം 3 പീസാക്കണം. ഇൻറ്റു 3 2 പാർട്ട് ഇവിടെ എടുക്കണം, ഇവിടെ 2 പാർട്ട് എടുക്കണം. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് ഈ 2 ക്യാൻസൽ ചെയ്തിട്ട് A/3 ആയിട്ട് മാറും. 1/3 ആയി ഏരിയ. അപ്പോൾ ഇത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇതിൻ്റെ ഏരിയ എത്രയാണ്? A/3 ആണ്, 1/3 ആണ്. സെയിം പ്രൊസീജിയറിൽ ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും? നമ്മൾ ഇവിടെ ഈ ട്രയാങ്കിൾ 2 സെയിം ആണ് കാണുന്നത്. ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും? A/3 ആയിട്ട് മാറും. ഇനി ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കൂടി A/3 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ ഏരിയ നോക്കാം. ഈ ഏരിയ എന്താ പറഞ്ഞത്? നമ്മൾ ടോട്ടൽ A/2 ആണ്. അതിനെ 3 പാർട്ടാക്കിയിട്ട് ഇവിടെ പറഞ്ഞല്ലോ 3 പാർട്ടാക്കണം. 3 പാർട്ടാക്കിയിട്ട് 1 പാർട്ട് ഇവിടെ എടുത്താലേ ഇങ്ങനെ ഡിവിഷൻ കിട്ടുള്ളൂ. അപ്പോൾ 3 പാർട്ടാക്കിയിട്ട് 1 പാർട്ട് ഇതിൻ്റെ A/2ൻ്റെ 1/3 ഇത് കിട്ടും. ഈ ഏരിയ എന്ന് പറയുന്നത് A/2ൻ്റെ 1/3 ആയിരിക്കും. അപ്പോൾ ഈ ഏരിയയും കൂടിയതാണല്ലോ, ഇത് രണ്ടും കൂടിയതാണല്ലോ ഈ ഏരിയ. അപ്പോൾ ഈ 2 ഏരിയയും സെയിം ആണ്. ഇനി അപ്പോൾ A/2ൻ്റെ 1/3 ഇൻറ്റു 2 ചെയ്താൽ 2 ടൈംസ് ചെയ്താൽ മൊത്തം ഏരിയ കിട്ടും. അപ്പോൾ ഈ 2ഉം ഈ 2 ക്യാൻസൽ ചെയ്യുക. വി ഗെറ്റ് വാട്ട്? A ഇൻറ്റു 1/3. ഇതും എന്ത് കിട്ടും? ദാറ്റ് ഈസ് ടോട്ടൽ ഏരിയ ഈസ് A/3 എന്ന് കിട്ടും. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ പ്രൂവ് ചെയ്തു എല്ലാ ഏരിയയും എന്താണ്? ഈക്വൽ ആണ്. മാത്രമല്ല എല്ലാ ഏരിയയും ആദ്യത്തെ 1/3 ആണ് എന്നും പ്രൂവ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലേഴ്സ് ഫ്രം എനി പോയിന്റ് ഓൺ ദ ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ ടു ദ സൈഡ്സ് ആർ ഈക്വൽ. അതായത് യു ഹാവ് ആൻ ആംഗിൾ, നമുക്ക് കയ്യിലൊരു ആംഗിൾ ഉണ്ട്. യു ഹാവ് ആൻ ആംഗിൾ ആൻഡ് ദറ്റ് ആംഗിൾ ഹാവ് എ ബൈസെക്ടർ. ആംഗിളിനൊരു ബൈസെക്ടർ ഉണ്ട്. ദെൻ വി വാണ്ട് ടു പ്രൂവ് ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലേഴ്സ് ഫ്രം എനി പോയിന്റ് ഓൺ ദ ബൈസെക്ടർ. ഈ ബൈസെക്ടറിൻ്റെ ഏതൊരു പോയിന്റിൽ നിന്നും ഈ സൈഡിലേക്ക് വരയ്ക്കുന്ന ലെങ്ത്, that is the distance, that is perpendicular distance. ഈ ഡിസ്റ്റൻസും ഇവിടുന്ന് ഇതിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇതേപോലെ തന്നെ ഇവിടേക്ക് വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഈ സെയിം പ്രൂഫ് നേരത്തെ നമ്മൾ ചെയ്തതാണ്. കൺസിഡർ ദീസ് 2 ട്രയാങ്കിൾ. ഇപ്പോൾ കണ്ടല്ലോ, ആംഗിൾ കണ്ടു, ആംഗിളുടെ ബൈസെക്ടർ കണ്ടു, ആ ബൈസെക്ടറിൽ ഒരു പോയിന്റ് കണ്ടു, ആ പോയിന്റ് എന്ന് വരയ്ക്കുന്ന 2 സൈഡിലേക്കും വരയ്ക്കുന്ന ലെങ്ത് കണ്ടു. യു വാണ്ട് ടു പ്രൂവ് ദീസ് 2 ലെങ്ത് ആർ ഈക്വൽ. നമ്മൾ ഈ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ഈ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ദീസ് 2 ആംഗിൾസ് ആർ ഈക്വൽ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രൂഫിൽ ഈ 2 ആംഗിൾസ് ആർ ഈക്വൽ ആൻഡ് ദീസ് 2 ആംഗിൾസ് ആർ ഈക്വൽ. ഈ 2 ആംഗിളും ഈക്വൽ ആണ്. കാരണം എന്താണ്? ഈ 2 ആംഗിളും ഈക്വൽ പറയാൻ കാരണം എന്താ? ദീസ് 2 ആംഗിൾസ് ആർ ഈക്വൽ. വാട്ട് ഈസ് ദ റീസൺ? ദിസ് ഈസ് എ ബൈസെക്ടർ. ഇത് ബൈസെക്ടർ ആണെങ്കിൽ 2 ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ 2 ആംഗിൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ 3ാമത്തെ ആംഗിളും ടോട്ടൽ ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളും ഈക്വൽ ആയി പറ്റൂ. വാട്ട് ഈസ് റീസൺ? വി ഹാവ് ആൾറെഡി സീസ് ദ ടോട്ടൽ ആംഗിൾ ഈസ് 180 degree. ദറ്റ് ഈസ് വൈ ദ തേർഡ് ആംഗിൾ ഈസ് ആൾസോ ഈക്വൽ. നൗ വാട്ട് അബൌട്ട് ദിസ് വൺ? ദിസ് ഈസ് എ കോമൺ സൈഡ്. ഈ ട്രയാങ്കിളിന് ഈ സൈഡ് ഉണ്ട്, ഈ ട്രയാങ്കിളിന് ഈ സൈഡ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ സൈഡും ഇതൊക്കെ ഈക്വൽ ആണെങ്കിൽ ഈ 2 ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആയിരിക്കും. 2 ട്രയാങ്കിൾസ് ആർ സെയിം. ഈ 2 ട്രയാങ്കിൾ സെയിം ആകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ 2 ട്രയാങ്കിൾ സെയിം ആണെന്ന് അതിൻ്റെ അർത്ഥം എന്താ? ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആയേ പറ്റൂ. Therefore, that is a proof.